അപ്പം വേറെ ആരിലൊക്കെ നിങ്ങളുടെ എക്സ് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അവർക്കത് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞേക്കാം. പക്ഷേ എക്സിൽ നമുക്കൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷനും കൂടി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എക്സിൻ്റെ പാസ്വേഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഫോൺ നമ്പറൊക്കെ കൺഫേം ചെയ്യണം, എന്നാൽ മാത്രമേ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എക്സിലുള്ള പാസ്വേഡ് റീസെറ്റ് പ്രൊട്ടക്ഷൻ എങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് എക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി ആൻഡ് അക്കൗണ്ട് ആക്സസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ പാസ്വേഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ പാസ്വേഡ് റീസെറ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്, അത് ഓഫായിട്ടാണ് കിടക്കുന്നുണ്ടാവുക. അത് ഓൺ ആക്കി കൊടുക്കുക. ഓൺ ആക്കി കൊടുത്താൽ നമ്മളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്, പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഇത് ഓൺ ആവുന്നതായിരിക്കും. ഇതിന് ശേഷം ഇപ്പോൾ നമ്മുടെ എക്സ് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഫോൺ നമ്പറൊക്കെ കൺഫേം ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷനാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.